മെയ് 22 ബുധനാഴ്ച. മാർക്കോസ് 9:38 മുതൽ 40 വരെ വാക്യങ്ങൾ. നിങ്ങൾക്ക് ജിം എന്നു പേരുള്ള ഒരു അയൽക്കാരൻ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ജിം പൊതുവെ ദയുള്ളവനും മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറുള്ളവനും ആണ്. അവൻ കുടുംബത്തോടൊപ്പം കുറേ സമയം ചെലവഴിക്കുന്നു. നല്ല ഒരു ഭർത്താവായിട്ടും പിതാവായിട്ടും പെരുമാറുന്നു. കൂടാതെ ഭവനരഹിതരുടെ അഭയകേന്ദ്രങ്ങളും സൂപ്പ് കിച്ചണും ഉൾപ്പെടെ നിരവധി പ്രാദേശിക ലാഭേച്ഛയില്ലാത്ത ഗ്രൂപ്പുകൾക്കായി സന്നദ്ധ സേവനം നടത്തുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഒരു അഭയാർത്ഥി സമൂഹത്തിനും അദ്ദേഹം തൻ്റെ സമയം നൽകുന്നു. നിങ്ങൾക്ക് കാണാനാവുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളിലും ജിം വ്യാപൃതനാണ്. എന്നാൽ അതേസമയം ജിം ഒരു ക്രിസ്ത്യാനി അല്ല എന്ന് നിങ്ങൾക്കറിയാം. വാസ്തവത്തിൽ മതത്തെക്കുറിച്ച് സംസാരിക്കാൻ താൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ജിം വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രിസ്തു മതത്തോട് വലിയ വിരോധിയാണെന്ന് തോന്നുന്നില്ല, പക്ഷെ അവൻ ഒരു വിശ്വാസിയല്ല എന്നത് വ്യക്തമാണ്. സുവിശേഷം കേൾക്കാൻ താല്പര്യമൊന്നുമില്ല. ഈ സാഹചര്യത്തിൽ ഒരു ക്രിസ്ത്യാനിയായ നിങ്ങൾക്ക് ഇയാളുമായി എങ്ങനെയെങ്കിലും ഏതെങ്കിലും പ്രവർത്തനത്തിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിയുമോ? ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ തങ്ങളുടെ കൂട്ടത്തിലില്ലാത്ത ഒരാൾ യേശുവിൻ്റെ നാമം ഉപയോഗിച്ച് പിശാചുക്കളെ പുറത്താക്കുന്നത് തടയാൻ ശ്രമിച്ച ഒരു സംഭവം നമുക്ക് കേൾക്കാം. എന്നാൽ അവരെ തടയേണ്ട എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്. കാരണം അവർക്ക് എതിരല്ലാത്തവൻ അവർക്ക് വേണ്ടിയാണ്. വലിയൊരു പാഠം ഇതുവഴി യേശു നമുക്ക് നൽകുന്നു. നമ്മളും മറ്റുള്ളവരും എന്നൊരു മനോഭാവം പലർക്കുമുണ്ട്. നല്ല പ്രവർത്തനങ്ങൾ അത് ഏത് വിഭാഗത്തിലുള്ളവരായാലും ജാതിയിലായാലും മതത്തിലായാലും എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. നന്മ ചെയ്യുക എന്നത് ആരുടെയും കുത്തകയല്ല. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരായാലും അല്ലെങ്കിലും വിശുദ്ധിയോടെ ജീവിച്ചവർക്കല്ലാതെ മറ്റാർക്കും സ്വർഗത്തിന് അർഹതയില്ല. ദൈവരാജ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിൻ്റെ എല്ലാ രൂപത്തിലും തിന്മയ്ക്കെതിരെ പോരാടുന്നതിനും നാം എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നതാണ് യേശുവിൻ്റെ ആഹ്വാനം. ഇന്ന് യേശു നമുക്ക് ഒരു സുപ്രധാന നിർദ്ദേശം നൽകുന്നു. നമുക്ക് എതിരല്ലാത്ത ഏതൊരുവനും നമുക്ക് വേണ്ടിയാണെന്നാണ് അവൻ നമ്മോട് പറയുന്നത്. ഏത് വ്യക്തികളാണ് നമ്മളെ പിന്തുണയ്ക്കുന്നതെന്ന് നമുക്കറിയാം. എന്നാലും ഏതൊക്കെ ആളുകൾ നമ്മളോട് കലഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടോ, അവരെ ഒരുപക്ഷെ അവർ നമ്മെ അവഗണിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്കറിയാം. നമ്മുടെ ആന്തരിക സമാധാനവും ഐക്യവും തകർക്കാൻ ഈ വ്യക്തികൾ ശ്രമിച്ചെന്നും വരാം. മനുഷ്യരെന്ന നിലയിൽ മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നമ്മളിൽ പലരും വളരെയധികം ശ്രദ്ധിച്ചേക്കാം. എന്നിരുന്നാലും തൻ്റെ ശിഷ്യന്മാർ യഥാർത്ഥത്തിൽ സ്വതന്ത്രരായിരിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. അവർ മറ്റുള്ളവരോട് അസൂയപ്പെടാനോ
മറ്റൊരാളുടെ കഴിവുകളും സമ്മാനങ്ങളും കൊതിക്കാനോ യേശു ആഗ്രഹിക്കുന്നില്ല. തൻ്റെ ശിഷ്യന്മാർ തങ്ങളുടെ സ്വന്തം ദാനങ്ങളെയും മറ്റുള്ളവരുടെ ദാനങ്ങളെയും വിലമതിക്കണമെന്ന് യേശു വ്യക്തമായി ആഗ്രഹിക്കുന്നു. ജീവിതം ഒരു മത്സരമല്ല. എന്നിട്ടും നമ്മളിൽ പലരും അതുപോലെയാണ് ജീവിക്കുന്നത്. ഇന്ന് നിങ്ങൾ മറ്റൊരാളുടെ പ്രവൃത്തികൾ, വാക്കുകൾ, അവരുടെ വ്യക്തിത്വ സ്വഭാവങ്ങളൊക്കെ വിമർശിക്കുകയാണെങ്കിൽ ദയവായിട്ട് അത് നിർത്തുക. ഒന്ന്, നിങ്ങളുടെ പ്രതികരണം, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വിധിയെല്ലാം മാറ്റുക. നിങ്ങൾ കൂടുതൽ സമാധാനവും വിശ്രമവും ശാന്തതയും അപ്പോൾ അനുഭവപ്പെടുന്നതായി കാണും. വിധി മറ്റുള്ളവർ വിധിക്കുന്നത് നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും വിഷലിപ്തമാക്കുന്നു. വിധിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് സമാധാനത്തോടെ വിശ്രമിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കോത്തഗിരി.